വണക്കം. രാജ്യത്തെ എല്ലാ കണ്ണുകളും കൊൽക്കത്തയിലേക്കാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. 2-3 ദിവസമായി കൊൽക്കത്തയിൽ പ്രതിഷേധം അങ്ങോട്ട് ആളിക്കത്തുകയാണ്. കൊൽക്കത്തയിൽ ലക്ഷക്കണക്കിന് ഡോക്ടർമാരും ജനങ്ങളുമാണ് തെരുവിലിറങ്ങി മമതാ ബാനർജിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. കൊൽക്കത്തയിൽ ഇത്രയും വലിയ പ്രതിഷേധം ഉണ്ടായിട്ടും രാജ്യം മുഴുവൻ അതിന് ആളിക്കത്തുമ്പോഴും രാജ്യത്തെ സകല സംസ്ഥാനങ്ങളിലെ മാധ്യമങ്ങൾ അതിൻ്റെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വേട്ടാവളിയനുണ്ട്. ആ വേട്ടാവളിയൻ്റെ പേരാണ് ധ്രുവ് റാഠി എന്ന് പറയുന്ന വേട്ടാവളിയൻ. യു പിയിലെ ഹത്രാസിലല്ലല്ലോ ഈ സംഭവം നടന്നത്, അല്ലെങ്കിൽ കശ്മീരിലെ കത്വയിലല്ലല്ലോ ഈ സംഭവം നടന്നത്. അതുകൊണ്ട് കൊൽക്കത്തയിലെ മമതാ ബാനർജിയുടെ ഈ സംഭവം ബോധപൂർവം നമ്മൾ കണ്ടില്ലെന്നങ്ങോട്ട് നടിക്കും. ഇതുവരെ ആ വേട്ടാവളിയൻ്റെ പേജിലും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലും ഒരു വീഡിയോ കൊൽക്കത്തയെക്കുറിച്ച് വന്നിട്ടില്ല. പക്ഷെ വന്നു, ഇൻസ്റ്റാഗ്രാമിൽ വന്നു, 1 മിനിറ്റുള്ള ഒരു റീല് വന്നു. ആ റീലിലാണെങ്കിൽ ഇതുപോലെ മമതാ ബാനർജിയെ ആരും വെള്ളപൂശില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം മമതാ ബാനർജിക്ക് നേരെ ആരോപണങ്ങൾ ശരങ്ങൾ എടുത്തിടാനാണ് പല ആൾക്കാരും ശ്രമിക്കുന്നത് എന്നാണ് ധ്രുവ് റാഠി എന്ന് പറയുന്ന വേട്ടാവളിയൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് മമതാ ബാനർജിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പല ആൾക്കാരും വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ നടന്ന ഈ ഒരു ദാരുണമായ സംഭവത്തിൽ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പല ആൾക്കാരെയും കുറേ ഗുണ്ടകൾ വന്ന് ആക്രമിച്ചിരുന്നല്ലോ. ആര്? ഈ ആർജിക്കർ ആശുപത്രിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഡോക്ടർമാരെ അടിച്ചോട്ടിക്കാൻ ഒരുപാട് ഗുണ്ടകൾ അവിടെ വന്ന് ഒരു രാത്രി തലങ്ങും വിലങ്ങും ആ ആശുപത്രി കിടന്ന് നടമാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഗുണ്ടകൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമുക്കറിയില്ല. അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേഷനൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മമതാ ബാനർജിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പല ആൾക്കാരും പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ വേട്ടാവളിയൻ ഇതാദ്യമായിട്ടല്ല രാജ്യത്ത് റേപ്പ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ് 1947 മുതലുള്ള റേപ്പിൻ്റെ കാര്യങ്ങൾ മുഴുവൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ ഇവിടെ വാടാ, ഇവിടെ നില്ലടാ, കൊൽക്കത്തയിൽ വാടാ കിഴങ്ങ എന്നാണ് അതിൻ്റെ താഴെ കമൻറ്റ് മൊത്തം. അവസാനം ഇവൻ പൊറുതി മുട്ടിയിട്ട് അതിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സ് പൂട്ടി വെച്ചിരിക്കുകയാണ് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. എന്തായിരുന്നാലും കൊൽക്കത്തയിൽ നടന്ന ഈ റേപ്പിൻ്റെ വിഷയത്തിൽ ധ്രുവ് റാഠി എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിൽ അടക്കം ഉയർന്നുകൊണ്ടിരിക്കവെയാണ് 1 മിനിറ്റുള്ള റീല്, അതും മമതാ ബാനർജിയെ വെള്ളപൂശുന്ന ഒരു റീലുമായിട്ട് ഇവൻ രംഗത്തെത്തിയത്. ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുക്കും മൂലയും പഠിച്ചെടുത്ത് പറയാൻ പറ്റുന്ന ധ്രുവ് റാഠിക്ക് മമതാ ബാനർജിയുടെ കാര്യത്തിൽ മാത്രം എന്തേ വാ തുറക്കാൻ ഒരു പ്രയാസം എന്ന് പല ആൾക്കാരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. പോരാത്തതിന് അവിടെ നടക്കുന്ന ഈ റേപ്പിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ? അവിടെ നടക്കുന്ന മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഈ റേപ്പിൻ്റെ ഒരു പൊതുവായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് അനിമൽ സിനിമയാണ്. അതായത് അനിമൽ സിനിമ പോലുള്ള സിനിമകൾ ഇറങ്ങുന്നതാണ് ഇങ്ങനെ റേപ്പ് നടക്കാനായിട്ട് കാരണം എന്നാണ് നമ്മുടെ ധ്രുവ് റാഠി പറയുന്നത്. വല്ല ഉത്തർപ്രദേശിലായിരുന്നെങ്കിൽ അത് യോഗി ആദിത്യനാഥ് എന്ന് പറയാമായിരുന്നു, ഗുജറാത്തിലാണെങ്കിൽ നരേന്ദ്രമോദി എന്ന് പറയാമായിരുന്നു, അങ്ങനെ പറയാമല്ലോ. പക്ഷേ ഇത് കൊൽക്കത്തയായിപ്പോയി. കൊൽക്കത്തയിൽ നമ്മുടെ ആളാണല്ലോ ഇരിക്കുന്നത് ആദ്യം, മമതാ ബാനർജി. അതുകൊണ്ട് നമുക്കങ്ങനെ പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ധ്രുവ് റാഠി മാക്സിമം വെള്ളപൂശി ഇറക്കിയിരിക്കുകയാണ്. ഈ കൊൽക്കത്തയിൽ ഈ റേപ്പ് നടന്നതിന് ശേഷം അവിടെയുള്ള സകല തെളിവുകൾ, അതായത് 90% തെളിവുകളും നശിപ്പിച്ച ശേഷം കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ ആരോഗ്യ ആഭ്യന്തര ചുമതലയുള്ള മന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ കൂടെ ചേർന്നു. അതായത് ബയൽമാൻ ജയിച്ചതെന്ന് പറഞ്ഞ് പ്രതിഷേധക്കാരുടെ കൂടെ റോഡിലൂടെ ഇറങ്ങി നടന്ന് പട്ടി ഷോ കാണിക്കുകയാണ് മമതാ ബാനർജി. എന്നിട്ട് പറയാണ് ആ കുട്ടിക്ക് നീതി വേണമെന്ന്. അല്ലെ, നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട ആരാണ്? മമതാ ബാനർജിയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് മമതാ ബാനർജി, പോലീസിനെ നിയന്ത്രിക്കുന്നത് മമതാ ബാനർജി. ഈ റേപ്പ് നടത്തിയവനാണെങ്കിൽ TMC അനുകൂലിയാണ്, അനുഭാവിയാണ്. പോരാത്തതിന് അവൻ പോലീസിലും ഉണ്ടായിരുന്നു. അവൻ അങ്ങനെ പോലീസിൽ നുഴഞ്ഞു കയറി, അങ്ങനെയാണ് അവൻ ആർജിക്കർ ആ ആശുപത്രിയിലെ സുരക്ഷാ ചുമതലയുടെ ടീമിലെത്തുന്നത്. അങ്ങനെ എത്തുന്നത് ആരോഗ്യ ചുമതല ആരാണ്? മമതാ ബാനർജി. അവിടുത്തെ ആരോഗ്യമന്ത്രി മമതാ ബാനർജിയാണ്. അപ്പോൾ ഈ രണ്ടും മമതാ ബാനർജിയാണ്. എന്നിട്ട് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് മമതാ ബാനർജിക്കെതിരെ തന്നെ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സംഭവം എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായി. അതുകൊണ്ട് മമതാ ബാനർജിക്ക് നിക്കെ കള്ളി ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യത്ത് അങ്ങും ഇങ്ങും അലയടിക്കുകയാണ്. നിർഭയ 2 ജനിച്ചു എന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് മൃഗീയവും പൈശാചികവും ക്രൂരവുമായിട്ടുള്ളൊരു ബലാത്സംഗത്തിനാണ് ആ കുട്ടി അല്ലെങ്കിൽ ആ യുവ ഡോക്ടർ ഇരയായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ റേപ്പ് നടത്തിയവൻ TMC ബന്ധം ഉള്ളവനാണ്. അവൻ്റെ പേര് സഞ്ജയ് റോയ് എന്നാണ്. സഞ്ജയ് റോയും ഗ്യാങ്ങുമാണ് ഈ റേപ്പ് നടത്തിയത്. പോരാത്തതിന് ഈ കോളേജ് പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഒരുത്തനുണ്ട്, ഒരു വേട്ടാവളിയൻ. അവനും TMC അനുഭാവിയാണ്. ഈ TMC അനുഭാവിയായിട്ടുള്ള കോളേജ് പ്രിൻസിപ്പൾ ഈ റേപ്പ് നടന്ന ശേഷം ഇവരുടെ, അതായത് നമ്മുടെ
മാതാപിതാക്കളെ അയച്ചത്, ഈ യുവ ഡോക്ടറുടെ മാതാപിതാക്കളെ അറിയിച്ചത് ഇത് ആത്മഹത്യയാണ് എന്നാണ് മാതാപിതാക്കളെ അറിയിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലൊരു വിഷയം നടന്നല്ലോ, സിദ്ധാർത്ഥൻ്റെ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കോളേജിൽ സിദ്ധാർത്ഥൻ്റെ വിഷയം നടന്നപ്പോൾ അവിടെയുള്ള പ്രിൻസിപ്പൾ പോലും അല്ലെങ്കിൽ വാർഡൻ പോലും കണ്ണടച്ചു. ഹോസ്റ്റൽ വാർഡൻ പോലും ഈ SFIയുടെ ഗുണ്ടകൾ സിദ്ധാർത്ഥനെ ഇഞ്ചിഞ്ചായ റാഗ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഹോസ്റ്റൽ വാർഡൻ പോലും കണ്ണടച്ച് കളഞ്ഞിട്ട് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നേരെ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ഇവിടെ നെടുമങ്ങാടുള്ള വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ മകൻ മരിച്ചിട്ടുണ്ട്, ആത്മഹത്യയാണ് സംഭവം, പോലീസ് വന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്, എടുത്തുകൊണ്ട് പോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വിഷയം ഉണ്ടാകുന്നത്. സിദ്ധാർത്ഥൻ്റെ വിഷയം സമാനമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും പൈശാചികമായിട്ടുള്ള രീതിയിൽ ഇവിടെ സിദ്ധാർത്ഥനാണെങ്കിൽ അവിടെ ഒരു യുവ ഡോക്ടറാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ ആ യുവ ഡോക്ടറിനെ ക്രൂരമായി നീചമായി റേപ്പ് ചെയ്തു. ആ യുവ ഡോക്ടർ വച്ചിരുന്ന കണ്ണിലെ കണ്ണാടി ആ യുവ ഡോക്ടറിന്റെ തല പിടിച്ച് ചുവരിലിടിച്ചതിനെ തുടർന്ന് ആ 2 കണ്ണാടിയുടെയും ചില്ല് പൊട്ടി അവരുടെ കണ്ണിൽ കുത്തി കയറി കണ്ണിന്റെ കാഴ്ച 2 നഷ്ടപ്പെട്ടു. ശേഷം അവർ മരിച്ചു വീണതിനെ തുടർന്ന് മരണവെപ്രാളത്തിൽ ചോരയിൽ കുളിച്ചു കിടന്ന് പിടയുന്ന ആ ശരീരത്തിലേക്കാണ് ഈ റേപ്പിസ്റ്റുകൾ ചാടിക്കയറിയത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് 10 ഭയാനകമായിട്ടുള്ള അവരുടെ ശരീരത്തിന് പറ്റിയ മുറിവുകളുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റ് റിപ്പോർട്ടുകളും അടക്കം അവിടുത്തെ ആരോഗ്യ വകുപ്പ് പൂഴ്ത്തി വെച്ചു. പക്ഷെ അവിടെയുള്ള യുവ ഡോക്ടർമാർ ആ റിപ്പോർട്ട് കണ്ടെടുത്ത് പ്രതിഷേധം തുടങ്ങി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പോരാത്തതിന് അവിടെയുള്ള കോളേജ് പ്രിൻസിപ്പാൾ ഈ റേപ്പ് നടന്ന മുറി തന്നെ ഇടിച്ചു കളയാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. അങ്ങനെ റേപ്പ് നടന്ന മുറി തന്നെ ഇടിച്ചു കളയാനുള്ളൊരു ശ്രമം നടത്തി. അതിനുശേഷം ഈ കോളേജ് പ്രിൻസിപ്പാളിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വന്നെങ്കിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ അനുയായി ആയതുകൊണ്ട് അല്ലെങ്കിൽ അനുഭാവി ആയതുകൊണ്ട് ഇയാളെ ആ പ്രതിഷേധത്തെ തുടർന്ന് പുറത്താക്കാൻ കോളേജ് തയ്യാറായില്ല. ശക്തമായിട്ടുള്ള രാഷ്ട്രീയ സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആ കോളേജ് പ്രിൻസിപ്പലിനെ ഗതിയില്ലാതെ, അതായത് ഒരു ഗതിയും പരഗതിയില്ലാതെ പ്രതിഷേധത്തെ തുടർന്ന് പുറത്താക്കേണ്ടി വന്നു നമ്മുടെ മമതാ ബാനർജിക്ക്. അങ്ങനെ പുറത്താക്കി കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം അയാളെ കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായി നിയമിക്കുകയും ചെയ്തു. അതാണ് അവിടുത്തെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ബലാത്സംഗകർക്കും പീഡകർക്കും വലിയ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ടീമാണ് ഇവർ എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. പക്ഷേ ഇത്രയധികം കാര്യങ്ങൾ മുന്നിലുണ്ടായിട്ടും ഇത്രയധികം തെളിവുകൾ മുന്നിലുണ്ടായിട്ടും നമ്മുടെ ധ്രുവ് റാഠി പറയുന്നത് ഇതിനൊക്കെ കാരണം അനിമൽ എന്ന് പറയുന്ന മൂവിയാണ്. ഈ അനിമൽ എന്ന് പറയുന്ന മൂവി നമുക്ക് നിരോധിക്കണം. പിന്നെ ബംഗാളി മാത്രമല്ല, നിങ്ങളങ്ങ് UP-യിലേക്ക് നോക്കൂ, പിന്നെ നിങ്ങളങ്ങ് കാശ്മീരിലേക്ക് നോക്കൂ, പിന്നെ നിങ്ങൾ വേറെ എവിടെയാണ് BJP ഇരിക്കുന്നത് ആ സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ. അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇങ്ങനെ ഭീകരമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടത് കാണുന്നില്ല എന്നാണ് ധ്രുവ് റാഠി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ മോനെ, ചീറ്റിപ്പോയി, നിന്റെ ഇരട്ടത്താപ്പ് പുറത്തായി. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്ത് മരണപ്പെട്ടിട്ട് പോലും അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നവൻ നീയാണ്. ആ രാഷ്ട്രീയവൽക്കരിക്കുന്ന നീ ആ വീഡിയോയിൽ ആ 1 മിനിറ്റുള്ള റീലിൽ തന്നെ പറയുന്നുണ്ട് ഇവർക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആർക്ക്? ബലാത്സംഗികൾക്ക്. ഈ ബലാത്സംഗികളെ ന്യായീകരിക്കുന്ന നീയേ രാഷ്ട്രീയ ചായ്വ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോഴാണ് ബലാത്സംഗികൾക്ക് രാഷ്ട്രീയ സപ്പോർട്ട് കിട്ടുന്നു എന്ന് പറഞ്ഞ് നീ അയ്യോ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്നത്. ഈ രണ്ടും കൂടെ നടത്തരുത് എന്ന് നമ്മളെ നാട്ടുകാർ പറയും. അത് നിന്നെപ്പോലുള്ളവന്മാരെ ഉദ്ദേശിച്ചാണ് എന്ന് എനിക്ക് കഴിഞ്ഞ ദിവസം നീ ആ റീലിട്ടപ്പോൾ മനസ്സിലായി എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പോരാത്തതിന് ഇവൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് പല സ്ഥലങ്ങളിലും റേപ്പുകളും കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇതിലൊന്നും നടപടി ഉണ്ടാകുന്നില്ലെന്ന്. കത്വ കേസ് എന്ന് പറഞ്ഞൊരു കേസ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എത്ര ദിവസം കൊണ്ടാണ് കത്വ കേസിൽ കുറ്റപത്രം സമർപ്പിച്ച ആ പ്രതികളെ പിടിച്ച് അകത്തിട്ടെന്നൊന്ന് ചുമ്മാ ഒന്ന് അന്വേഷിച്ച് നോക്കും, മനസ്സിലാവും. ഹത്രാസിലെ കേസ്, നമ്മുടെ സിദ്ദിഖാപ്പൻ അങ്ങോട്ട് പോയില്ലേ കലാപം ഉണ്ടാക്കാൻ, പക്ഷെ ഒന്നും നടന്നില്ല. ഈ സംസ്ഥാനങ്ങളിലെല്ലാം എത്ര വേഗത്തിലാണ് ലോ ആൻഡ് ഓർഡർ നടപ്പിലാകുന്നത് എന്ന് ചുമ്മാ ഒന്ന് അന്വേഷിച്ച് നോക്കിയത് മനസ്സിലാവും. ഇനി നിന്റെ കൊണാണ്ടർമാർ ഭരിക്കുന്ന ഇന്ത്യ മുന്നണി ഭരിക്കുന്ന നമ്മുടെ നാട്, അതായത് സിദ്ധാർത്ഥന്റെ കേസ്, നമ്മുടെ കേരളത്തിലോട്ട് വാ. സിദ്ധാർത്ഥൻ ഇവിടെ അതിക്രൂരമായി റാഗ് ചെയ്ത് പീഡിപ്പിക്കപ്പെട്ട് വളരെ ക്രൂരമായിട്ട് പല അസ്ഥികളും ഒടിഞ്ഞു മരണപ്പെട്ടു. ആ സിദ്ധാർത്ഥന്റെ കേസ് ഇപ്പോൾ എന്തായി? പ്രതികളിപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രതികളിപ്പോൾ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് വിചാരിക്കുന്നുണ്ട് പുറത്തിറങ്ങി. അങ്ങനെയാണ് സിദ്ധാർത്ഥന്റെ കേസ് ഇവിടെ നടക്കുന്നത്. തമിഴ്നാട്ടിൽ റേപ്പുകളും ഗ്യാങ് റേപ്പുകളും എല്ലാം നടക്കുന്നുണ്ട്. അവിടുത്തെ പ്രതികൾ എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അല്ലെ പ്രതികളിപ്പോൾ എവിടെയാണ്? സുഖമായിട്ട് വിചാരിക്കുന്നുണ്ട്. ആ കൊൽക്കത്തയിലെ കേസ് നോക്കും. കൊൽക്കത്തയിലെ കേസ് അവിടെ രാഷ്ട്രീയക്കാരിയായിട്ടുള്ള മമതാ ബാനർജിയാണ് ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്. പോരാത്തതിന് അവിടുത്തെ പ്രിൻസിപ്പാളിനെ സംരക്ഷിക്കുന്നു, തൃണമൂൽ അനിയായിട്ടുള്ള ഗ്യാങ് റേപ്പുകാരനെ സംരക്ഷിക്കുന്നു. ഇവനെ പിടിച്ചപ്പോൾ ഇവൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൂടിപ്പോയ എന്നെ തൂക്കിക്കൊല്ലുമായിരിക്കും, അല്ലെങ്കിൽ ഈ റേപ്പൊക്കെ ചെയ്താൽ എത്ര കാലയളവിലാണ് ശിക്ഷ കിട്ടുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് കഴിഞ്ഞ് ഞാനിങ്ങ് പുറത്തിറങ്ങി വരും എന്നുള്ള രീതിയിലാണ് ഇവൻ സംസാരിച്ചത് പോലും. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ അലയടിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ ആ പ്രതിഷേധ കടലിലേക്ക് വലിയ രീതിയിലുള്ള ഗുണ്ട ആക്രമണം ഉണ്ടായി. ഈ ബംഗാളിൽ ഗുണ്ട ആക്രമണം ഉണ്ടാക്കണമെങ്കിൽ അത് ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അത് മമതാ ബാനർജിക്ക് മാത്രമാണ്. കാരണം ബംഗാളിൽ CPM-കാരന്മാർക്ക് ചോദിച്ചാൽ മനസ്സിലാവും, അവന്മാരെ ഓട്ടിച്ചിട്ട് അടിച്ച് പശു തൊഴുത്തി കയറ്റുന്നത് അവിടെ TMC ഗുണ്ടകളാണ്. മമതാ
ബാനർജിയുടെ കിടിലൻ ടെക്നിക്കാണ് എല്ലാ കാര്യത്തിലും. എന്ത് പ്രതിഷേധം ഉണ്ടായിരുന്നാലും ഗുണ്ടകളെ അതിൻ്റെ ഇടയിലോട്ട് അഴിച്ചുവിടും. നമ്മൾ ഈ തമിഴ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ, അതായത് പ്രതിഷേധക്കാർക്കിടയിൽ ഗുണ്ടകൾ നുഴഞ്ഞു കയറിയിട്ട് ആ ഗുണ്ടകൾ പ്രതിഷേധക്കാർക്കിടയിൽ നിന്ന് പോലീസിനെ കല്ലെറിയും. അപ്പോൾ പോലീസ് പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കും. പക്ഷേ ഇവിടെ പ്രതിഷേധക്കാർ വളരെ ഭീകരമായിട്ട് കൂടിപ്പോയി. കാരണം ലക്ഷം ആൾക്കാരാണ്. അതിൻ്റെ ഇടയിൽ ഗുണ്ടകൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റാത്തതുകൊണ്ട് രാത്രി ഈ പ്രതിഷേധക്കാർ പ്രതിഷേധമൊക്കെ മടക്കി വെച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവർക്കെതിരെ ഗുണ്ടകൾ ഒന്ന് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. കാരണം ഈ പ്രതിഷേധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ല എന്ന് കണ്ടപ്പോൾ അത് അടിച്ചൊതുക്കാനുള്ള തീരുമാനമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ആ പ്രതിഷേധം അതിലും വലുതായിട്ട് ആളിക്കത്തി രാജ്യവ്യാപക പ്രതിഷേധമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കഴിഞ്ഞ ദിവസം ഓഗസ്റ്റ് 15-ാം തീയതി ചെങ്കോട്ടയിൽ നിന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ്. മമതാ ബാനർജിയുടെ ആഫീസ് അടിച്ച് പൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഇന്ന് രാജ്യവ്യാപകമായി, അതായത് കഴിഞ്ഞ ദിവസം ഈ മമതാ ബാനർജി പ്രതിഷേധക്കാർക്ക് നേരെ അഴിച്ചുവിട്ട ഈ ഗുണ്ട ആക്രമണത്തിന് പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി ഇന്ന് ഡോക്ടർമാർ മുഴുവനായിട്ട് പണിമുടക്കുകയാണ്. അങ്ങനെ രാജ്യം മുഴുവൻ ബംഗാളിൽ നിന്ന് കത്തിപ്പടഞ്ഞ ഒരു പ്രതിഷേധമായിട്ട് ഇത് മാറുകയാണെന്ന് പറയാതിരിക്കാൻ തർക്കമില്ല. അപ്പോഴും ധ്രുവ് റാഠി എന്ന് പറയുന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനിമൽ സിനിമയാണ് ഇതിനെല്ലാം കാരണം കേട്ടോ, അനിമൽ സിനിമയാണ്. അപ്പോൾ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.